അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ കൂട്ടുകാർക്കും അൽഹാദി വോക്കൽസിന്റെ വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അറബി അക്ഷരങ്ങൾ അതിന്റെ മഖ്റജുകൾ എങ്ങനെ മനസ്സിലാക്കി എളുപ്പത്തിൽ എങ്ങനെ അറബി വായിക്കാൻ പഠിക്കാം എന്നതിലുള്ള ഒരു വീഡിയോ സീരീസിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഏതാനും ചില അക്ഷരങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അതിൽപ്പെട്ട ചില അക്ഷരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറെ അക്ഷരങ്ങൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കണ്ട് മനസ്സിലാക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് അക്ഷരങ്ങളിലേക്ക് കടക്കാം. അതിനുള്ള ഒന്നാമത്തെ അക്ഷരമാണ് കാഫ് എന്നുള്ളത്. ക എന്നാണ് അതിന്റെ ഉച്ചാരണം, മലയാളത്തിലെ ക. ഈ കാഫിന്റെ ഉച്ചാരണം എന്ന് പറയുമ്പോൾ ഇതിന്റെ മഖ്റജ്, ഇതിന്റെ സ്ഥാനം നമ്മുടെ നാവിന്റെ അങ്ങേ തലക്കിൽ നിന്ന് തലയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ അങ്ങേ തലയിൽ നിന്ന് മുകളിലോട്ട് തട്ടുമ്പോൾ അല്ലെങ്കിൽ മുകളിൽ അണ്ണാക്കിലേക്ക് തട്ടുമ്പോഴാണ് ക ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ ഖാഫ് പറഞ്ഞതും ഇതുപോലെ തന്നെ, പക്ഷെ ഖാഫിന്റെ മഖ്റജ് എന്ന് പറയുന്ന നാവിന്റെ ഏറ്റവും അങ്ങേ തലക്ക്. ഖാഫും കാഫും ചെറിയ വ്യത്യാസമുണ്ട്. ഖാഫ് എന്ന് പറയുമ്പോൾ തൊണ്ട കഴിഞ്ഞ് നാവ് തുടങ്ങുന്ന ഭാഗത്തു നിന്ന് അതിന്റെയും കുറച്ച് ഇപ്പുറത്തേക്ക് വന്നാലാണ് കാഫ് ഉണ്ടാകുന്നത്. മനസ്സിലായി? നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന രൂപത്തിലാണ് ക ഉണ്ടാകാറുള്ളത്. ഈ കാഫ് തന്നെ ഖുർആനിൽ 3 രൂപത്തിൽ എഴുതാറുണ്ട്. അഥവാ പദങ്ങളുടെ തുടക്കത്തിലൊക്കെ വരുമ്പോൾ ഈ രൂപത്തിലും, ചില സമയത്ത് പദങ്ങളുടെ ഇടയിൽ ഈ രൂപത്തിലും, പദങ്ങൾക്ക് അവസാനമാണെങ്കിൽ ഈ രൂപത്തിൽ, ലാമിന്റെ ഒക്കെ രൂപത്തിലാണ്. ഇങ്ങനെ 3 രൂപത്തിൽ ഖുർആനിൽ കാഫ് എഴുതാറുണ്ട്. ഇൻഷാല്ലാ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ പറയാം. അടുത്ത അക്ഷരമാണ് ലാമ് എന്നുള്ളത്. ല എന്ന് മലയാളത്തിൽ നമ്മൾ ഉച്ചരിക്കാറുള്ള, ല ലു ലി എന്ന് ഉച്ചരിക്കാറുള്ള ലാമ്. ഈ ലാമിന്റെ മഖ്റജ് എന്ന് പറയുമ്പോൾ നാവിന്റെ ഈ മുൻഭാഗം നമ്മളെ മേലെ പല്ലിന്റെ താഴ്ഭാഗത്ത്, അതായത് ഊനിന്റെ ഭാഗത്തേക്ക്, നമ്മളെ ഊന് ഭാഗം കഴിഞ്ഞ് മുകളിലേക്ക് തട്ടുമ്പോഴാണ് ലാം ഉണ്ടാകാറില്ല. നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാൽ അത് മനസ്സിലാവും. നാവിന്റെ ഫ്രണ്ട് പോർഷൻ മേലെ പല്ലിന്റെ അടിഭാഗത്തേക്ക് തട്ടുമ്പോൾ ല. ഓക്കെ, ല ലു ലി എന്നുള്ള ഉച്ചാരിക്കാനാണ് അത് വരാറുള്ളത്. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു അക്ഷരമാണ് ലാം എന്നുള്ളത്. അടുത്ത അക്ഷരമാണ് മീമ്. മീ എന്നുള്ള മലയാളത്തിൽ ഉച്ചാരണം ചെയ്യുന്ന മീം. ഈ മീമിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 2 ചുണ്ടുകളാണ്. 2 ചുണ്ടുകൾ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോഴാണ് മീം ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. മൂ മീ. ഈ മീം ചുണ്ട് 2 തട്ടി കൂട്ടിമുട്ടിയതിനു ശേഷം വിടുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരമാണ് മീം. വളരെ ലാമിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു അക്ഷരമാണ് മീം. അടുത്ത അക്ഷരമാണ് നൂന്. നൂന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ന എന്നുള്ള ഉച്ചാരണം വരും. നൂനിന്റെ മഖ്റജ് എന്ന് പറയുന്നത് നാവിന്റെ ഏറ്റവും തലഭാഗം മേലെ പല്ലിന്റെ അടിഭാഗത്തേക്ക്, നമ്മൾ ലാമിന് പറഞ്ഞ ഊനുഭാഗത്തേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യരുത്. ഈ മേലെ പല്ലിന്റെ അടിഭാഗം, ഇപ്പൊ പല്ല് തുടങ്ങണ പല്ലിന്റെ വേരുഭാഗം ഉണ്ട്, അവിടെ തട്ടുമ്പോഴാണ് നൂന് ഉണ്ടാകുന്നത്. ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഒന്ന് മനസ്സിലാകും. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ അത് മനസ്സിലാകുന്നതാണ്. നാവിന്റെ തലഭാഗം മേലെ പല്ലിന്റെ അടിഭാഗത്തേക്ക് തട്ടുമ്പോൾ നേരെ ലാമ് കുറച്ചുകൂടി താഴോട്ടാണ്. അടുത്തടുത്ത മഖ്റജാണ്, പക്ഷെ ഉച്ചാരത്തിൽ വളരെ വ്യത്യാസമുണ്ട്. ഓക്കെ, അടുത്ത അക്ഷരമാണ് വാവ് എന്നുള്ളത്. ഈ വാവ് പറയുമ്പോൾ വാവ് എപ്പോഴും ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരമാണ്. വാ ഊ വി എന്നുള്ളതാണ് മലയാളത്തിൽ നമ്മൾ അതിന്റെ ഉച്ചാരണം പറയുകയാണെങ്കിൽ. വാവ് നമ്മൾ അറബിയിൽ പറയുമ്പോൾ അതിന്റെ സ്ഥാനം 2 ചുണ്ടുകളാണ്. 2 ചുണ്ടുകൾ കൂട്ടിമുട്ടരുത്, നേരെ തുറന്ന രീതി, അതായത് വാ എന്ന് ചുരുട്ടി പിടിച്ച രൂപത്തിലാണ് വാവ് ഉണ്ടാകുക. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ചുണ്ടിങ്ങനെ കൂട്ടിപ്പിടിക്കുക, എന്നാൽ കാറ്റ് പുറത്തോട്ട് വരാനുള്ള സ്പേസ് ഇട്ടുകൊണ്ട് ചുണ്ടിങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോഴാണ് വ ഉണ്ടാകുന്നത്. വ വു വി എന്നാണ് ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ വ വു വി. അടുത്ത അക്ഷരമാണ് ഹ എന്നുള്ളത്. ഹ ഖുറാനിൽ ഈ രൂപത്തിലും, പദങ്ങൾക്ക് അവസാനം ഈ രൂപത്തിൽ, 2 രൂപത്തിൽ ഹ ഖുറാനിൽ വരാറുണ്ട്. ഹ ഹു ഹി എന്നാണ് മലയാളത്തിൽ നമ്മൾ ഉച്ചാരണം വായിക്കാറുള്ളത്. ഈ ഹാന്റെ ഉച്ചാരണ സ്ഥാനം എന്ന് പറയുന്നത് തൊണ്ടയുടെ അങ്ങേ തലക്ക്, അതായത് നമ്മളെ നെഞ്ച് കഴിഞ്ഞ് തൊണ്ട തുടങ്ങിയ ആ ഗ്യാപ്പ് മുതലാണ്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഹ പുറപ്പെടുന്നത്. അതായത് നമ്മളെ ശ്വാസകോശത്തിൽ നിന്നുള്ള കാറ്റ് ഒരു തടസ്സമില്ലാതെ പുറത്തോട്ടേക്ക് പുറന്തള്ളുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരമാണ് ഹ. നമ്മൾ ശരിക്കും പറഞ്ഞു നോക്കിയാൽ അത് ഇവിടെ നിന്ന്, ഇങ്ങനെ നെഞ്ചിൽ നിന്ന് തന്നെ ശ്വാസകോശത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് കാണാം. ഹ ഹു ഹി. നമ്മൾ പലപ്പോഴും ഹാവും മാറിപ്പോകാറുണ്ട്. ഹ എന്ന് പറയുമ്പോൾ നമ്മൾ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. നേരത്തെ പറഞ്ഞു,
പക്ഷെ ഉച്ചരിക്കുമ്പോൾ പലപ്പോഴും അങ്ങോട്ടും മാറിപ്പോകാറുണ്ട്, അത് ശ്രദ്ധിക്കണം. ഹ എപ്പോഴും അടിഭാഗത്ത് നിന്ന് അടിയിൽ നിന്നാണ് ഹ എടുക്കാറുള്ളത്. ഹനെ സംബന്ധിച്ച് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് ചെറിയ തടസ്സത്തോടു കൂടി വരുന്നതാണ് ഹ. ഹിന് അങ്ങനെ തടസ്സമില്ല, കാറ്റ് പുറത്തോട്ട് വരാൻ മറ്റൊരു തടസ്സങ്ങളുമില്ല, ഫ്രീ ആയിട്ട് പുറത്തോട്ട് വരുന്ന നേരിയ രൂപത്തിലുള്ള ശബ്ദമാണ് ഹ. ഏറ്റവും അവസാന അക്ഷരമാണ് യാ എന്നുള്ളത്. യാ എന്നുള്ളത് നമ്മുടെ മലയാളത്തിൽ യാ യു ഇ എന്നുള്ള ഉച്ചാരണം വരുന്ന യാന്റെ മഹ്റജ് എന്ന് പറയുന്നത്, ഉച്ചാരണ സ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിന്റെ മധ്യഭാഗം അത് മുകളിൽ അണ്ണാക്കിലോട്ട് അടുക്കുമ്പോൾ, തട്ടണമെന്നില്ല, അടുക്കുമ്പോഴാണ് യാ ഉണ്ടാകുക. അതായത് യാ നമ്മൾ പറഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. യാ യാ പൂർണ്ണമായും തട്ടാതെ മേലെ അണ്ണാക്കിലോട്ട് തന്നെ അടുക്കുമ്പോഴാണ്, നമ്മൾ ഇതിൽ കാണേണ്ടത് മനസ്സിലാവും, അടുക്കുമ്പോഴാണ് യാ എന്നുള്ള അക്ഷരങ്ങൾ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കാഫ്, ലാമ്, മീമ്, നൂന്, വാവ്, ഹ, യാ, ഈ അക്ഷരങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഉച്ചരിക്കാനും പ്രയാസമില്ലാത്ത അക്ഷരങ്ങളാണ്. ഓക്കെ, എല്ലാവർക്കും അതിന്റെ ഉച്ചാരണ സ്ഥാനങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. സംശയങ്ങളും പോരായ്മകളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാ അക്ഷരങ്ങളെയും ഒരുമിച്ചുകൊണ്ട് ഓരോ മഹ്റജ് ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അസ്സലാമു അലൈക്കും.